കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുവിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങളാണ് ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ളത്. അതിന് മുൻപായിട്ട് ചില മുഖപരമായ ചില കാര്യങ്ങൾ പറയാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇന്ന് രാവിലെ ഒരു സഹോദരൻ എനിക്ക് അയച്ചു തന്ന ഒരു ക്ലിപ്പിൽ നിന്ന് ഞാൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയത്, കുറേ വിശ്വാസികളും ശുശ്രൂഷന്മാരോട് ചേർന്നുകൊണ്ട് ഉപവാസ പ്രാർത്ഥന നടത്തി ദേശത്തിൻ്റെ അശുദ്ധി മാറ്റാൻ, ദേശത്തിൻ്റെ ശാപം മാറ്റാൻ ഉപ്പ് തളിപ്പിച്ചളിച്ചുകൊണ്ടിരിക്കുക. ചാക്ക് കണക്കിന് ഉപ്പ് മേടിച്ചിട്ടുണ്ടാവും, കാരണം ഏക്കർ കണക്കിന് സ്ഥലമുണ്ടല്ലോ. ഇതെവിടെ നിന്ന് കിട്ടി ഈ ഉപദേശം? പഴയ നിയമത്തിൽ നമ്മൾ ഉപ്പുമായിട്ടുള്ള പ്രയോഗങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പോസ്തലന്മാർ ഉപ്പ് ചാക്ക് വാങ്ങിക്കൊണ്ട് നടന്നതായിട്ടൊന്നും എങ്ങും കാണുന്നില്ല. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞു. ഇവരിപ്പോൾ ഉപ്പല്ല കാഞ്ഞിരം പോലെ കഴിച്ചു കിടക്കുക, അതായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീ കൊണ്ട് ഉപ്പിലിടുവെന്നും പുസ്തകത്തിലുണ്ട്. ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നും കൊണ്ട് രസം വരുത്താം, പുറത്ത് കളഞ്ഞിട്ട് അതിനെ ചവിട്ടിക്കളയാനല്ലാതെ പറ്റില്ലെന്ന് അതും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഉപ്പ് വിതറുന്ന കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇതെവിടെ നിന്ന് കിട്ടി ഈ പ്രിയപ്പെട്ടവർക്കെന്ന് എനിക്കറിയത്തില്ല. സുബോധം നഷ്ടപ്പെട്ട വിശ്വാസികളും ശുശ്രൂഷകന്മാരുമായി ഒരു കൂട്ടർ തീർന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ കർത്താവ് അവരോട് പറഞ്ഞു, ഈ വാക്യങ്ങളെ, എൻ്റെ ഈ വചനങ്ങളെ കേട്ടനുസരിച്ച് ജീവിച്ചാൽ, ഞങ്ങൾ ആ വാക്യം എടുത്തൊന്ന് വായിക്കാം. ആവർത്തനം 28-ന്റെ 1-ാം വാക്യം ശ്രദ്ധിച്ചു കേട്ടോണേ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോട് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്നെ ദൈവമായ യഹോവ ഭൂമിയിലുള്ള സകല ജാതികൾക്കും മീതെ ഉന്നതമായിരിക്കും. ഹല്ലേലൂയ. നിന്നെ സകല ജാതികൾക്കും മീതെ ഉന്നതമാക്കും. ഇസ്രായേൽ മക്കളോട് പറഞ്ഞ വാഗ്ദത്തമായി. ഇത് പുതിയ നിയമസഭയിലെ നമ്മൾ എടുത്ത് പ്രയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. അവിടെ ഉന്നതമാക്കുമെന്ന് പറഞ്ഞാൽ ആത്മീയമായി ഉന്നതമാക്കുമെന്നല്ല, മറിച്ച് ഭൗതികമായി ഉന്നതമാക്കുമെന്ന് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കാരണം പഴയ നിയമത്തിലെ അനുഗ്രഹം ഭൗതികമാണ്, പുതിയ നിയമത്തിൽ അത് വന്നപ്പോൾ തിരിഞ്ഞു കിടക്കാതെ ആത്മീകമാണ്. എഫെസർ 1:3 സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ പറയുന്നത് ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിച്ചോളൂ. പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അക്രാന്തങ്ങൾ വിട്ടുകളയണം. പഴയ നിയമത്തിലെ അനുഗ്രഹവും പുതിയ നിയമത്തിലെ അനുഗ്രഹവും എന്താണെന്ന് തിരിച്ചറിയാതെ ദൈവവചനം പ്രഘോഷിക്കുന്നത് കൊണ്ട് പല അബദ്ധത്തിൽ വിശ്വാസികൾ ചെന്ന് ചാടുക. ദൈവത്തെ ഓർത്ത് ദൈവം വിളിക്കാത്തവരാരും ഈ പുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങരുത്. അതാ ഇപ്പൊ കുഴപ്പം സംഭവിച്ചത്. കൊടിയ ന്യായവിധി വരും ദൈവത്തിൻ്റെ. ദൈവം നിന്നെ വിളിച്ചു എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ മാത്രം ഈ ശുശ്രൂഷ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്ത് കുടുംബം പുലർത്തി സമാധാനത്തിൽ ജീവിച്ച് അക്കരെ പോകാൻ വേണ്ടി ഒരു ഈഗോ. ദൈവം തിരഞ്ഞെടുക്കാത്തവനും ദൈവം വിളിക്കാത്തവനും ഒക്കെ സുവിശേഷ വേലയെന്നും പറഞ്ഞ് പുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുക. എന്ത് പറയണമെന്നറിയാത്തവൻ എന്തും പറയുമെന്ന് പറഞ്ഞ പോലെ, എന്ത് ചെയ്യണമെന്നറിയാത്തവൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ, എന്ത് ചെയ്യണമെന്നറിയാതെ എന്ത് പറയണമെന്നറിയാതെ വായി തോന്നുന്നത് പറയുകയും ഹൃദയത്തിൽ തോന്നുന്നത് പറയുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വചനവ്യവസ്ഥ വിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. വേദപുസ്തകം കയ്യിലെടുത്ത് ധനസമ്പാദനത്തിന് വേണ്ടി പ്രയോഗിച്ചു കൊണ്ടിരിക്കുക ഒരു വലിയ സമൂഹം. എല്ലാവരുമല്ല, ഒരു ചെറിയ ശേഷിപ്പുണ്ട്. കർത്താവിൻ്റെ വേലയിൽ
ആത്മാർത്ഥമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നവർ. ഹല്ലേലൂയ, സ്തോത്രം. പുതിയ നിയമത്തിൽ വരുമ്പോൾ ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. അതാ എൻ്റെ കാര്യം. സ്തോത്രം. ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുവിടുന്ന് ബഹുദുഃഖങ്ങൾ കതീരരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോട് എന്നാണ് പൗലോസ് പഠിപ്പിച്ചത്. അത് വിട്ടോടിയിട്ട് എന്ത് ചെയ്യണമെന്ന് കൂടി അവിടെ പൗലോസ് പറയുന്നുണ്ട്. പലരും അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെയാണ് ഇന്ന് പ്രസംഗം ശക്തിയോടെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് വിട്ടോടിയിട്ട് എന്ത് ചെയ്യണം? നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന് നല്ല പൊറുപൊരുതുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായിട്ട് നീ അനേകം സാക്ഷികളുടെ ഹല്ലേലൂയ അതിനായി നീ വിളിക്കപ്പെട്ട അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. നീ നിഷ്കളങ്കനും നിരവ്യാധിനുമായി ഈ കൽപ്പന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം. അപ്പോസ്തലന്മാർ തരുന്ന കൽപ്പന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം. വിട്ടുകളയരുത്. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളുക. ഞാൻ പല പ്രാവശ്യം പറയുന്ന വാക്കുകളാണിത്. ഞങ്ങൾ വാക്കിനാൽ ലേഖനത്താലും തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുക, അവസാന ശ്വാസം പോകുന്നവരെയും. ഹല്ലേലൂയ. നമ്മുടെ വിഷയം വിളിയും തെരഞ്ഞെടുപ്പും എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 25 വരെയുള്ള വാക്യങ്ങൾ ഒരളവിൽ ധ്യാനിച്ചു. 26-ാം വാക്യത്തിൽ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ ശ്രമിപ്പീൻ. നമ്മളെ വിളിച്ചു, ആ വിളി തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ശ്രമിക്കുക. അത് എബ്രായ ലേഖനത്തില, പത്രോസിൻ്റെ ലേഖനത്തില. ഇവിടെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. വിളിയെ നോക്കുവിൻ. എന്താ വിളിയെ നോക്കേണ്ടത്? എബ്രായ ലേഖനത്തിലേക്ക് അപ്പോൾ അതിനെക്കുറിച്ച് കാണാൻ പറ്റും. അതുകൊണ്ട് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. നമ്മൾ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്. നമ്മുടെ മേലുള്ള വിളി സ്വർഗീയ വിളിയാണ്. ആ വിളിയെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. ദൈവം നമ്മെ വിളിച്ചു എന്നും പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കരുത്. ദൈവം എന്നെ വിളിച്ചു, ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കുടുംബത്തിൽ ആയിരക്കണക്കിന് ആൾക്കാരുള്ളതിൽ എന്നെയും എൻ്റെ കുടുംബത്തെ, എൻ്റെ ഭാര്യ മക്കളെല്ലാം ദൈവം വിളിച്ചു, ദൈവം വേർതിരിച്ചു. നല്ല കാര്യം. ആ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം എന്നിലും നിന്നിലുമാണെന്ന് ഇന്ന് പൽക്കാലം വചനത്തിലൂടെ ഞാൻ ശക്തമായ ഭാഷയിൽ വിളിച്ചു പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ ശ്രമിപ്പീൻ. ഉറപ്പാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം കിട്ടത്തില്ല. വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിയാലോ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അത് പത്രോസാ പറയുന്നത്. ഹല്ലേലൂയ. സ്വർഗീയ വിളി, ഉന്നതമായ വിളി, ശ്രേഷ്ഠമായ വിളി, ഉത്കൃഷ്ട വിളി. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന് വന്നാൽ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. പരമവിളി, ഉന്നതമായ വിളി, ശ്രേഷ്ഠമായ വിളി. ദൈവം ഒരു മനുഷ്യനെ വിളിക്കുന്ന പോലൊരു വിളിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ വളരെ ഗൗരവമായി നമ്മൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ശമൂവേലിനെ വിളിച്ചു ദൈവം. ശമൂവേലേ ശമൂവേലേ, കുഞ്ഞായതുകൊണ്ട് വിളി, ശബ്ദം തിരിച്ചറിഞ്ഞില്ല. പിന്നെ 2-3 പ്രാവശ്യം, 3-ാം പ്രാവശ്യം വിളിച്ചു. ശമൂവേല് ദൈവശബ്ദം കേട്ട് പഴക്കമുള്ളതുകൊണ്ട് ഇനി വിളിച്ചാൽ യഹോവയെ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു. ദൈവം വൻ കാര്യങ്ങൾ അവരോട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദാവീദിനെ വിളിച്ചു, മോശയെ വിളിച്ചു. മോശേ മോശേ, ഒരു വലിയ പ്രവൃത്തിക്ക് വേണ്ടി മോശയെ ദൈവം വിളിച്ചു. ഹല്ലേലൂയ. വിളിയുടെ 3 ഘട്ടങ്ങൾ, മോശയുടെ ജീവിതത്തിലെ 3 ഘട്ടങ്ങളെ നമുക്ക് കാണാൻ കഴിയും. 1, 2, 3-ാം ഘട്ടത്തിലേക്ക് മോശയെ കൊണ്ടുവന്ന്, ഹല്ലേലൂയ, സ്തോത്രം,
ദൈവത്തിൻ്റെ ഹിതാനുവർത്തിയായി ഇസ്രായേൽ മക്കളെ നടത്തുവാൻ ദൈവം അവനെ ശക്തമായി ഉപയോഗിച്ചു. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്താണെന്ന് ദൈവസന്നിധിയിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. നമ്മൾ നമ്മുടെ അനിഷ്ടത്തിനനുസരിച്ച് പോകാതെ. തെസ്സലോനിക്ക ലേഖനത്തിൽ വിളിയെക്കുറിച്ച് പറയുന്ന ചില ഭാഗങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് വരികയാണ്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. തെസ്സലോനിക്ക ലേഖനം, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 2 തെസ്സലോനി 2:13 ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി നിങ്ങളെ തിരഞ്ഞെടുത്തു, രക്ഷയ്ക്കായി നമ്മളെ വിളിച്ചു. ഹല്ലേലൂയ. 2 ദിവസം 2:14 അതിൻ്റെ അടുത്ത വാക്യത്തിലുണ്ടത്. 14-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഘോഷത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. നിങ്ങളെ വിളിച്ചത് നിത്യതയ്ക്ക് വേണ്ടിയാ, സ്വർഗരാജ്യം പ്രാപിക്കാനാ. അവൻ്റെ മഹത്വം പ്രാപിപ്പാനാണ് ഞങ്ങളുടെ സുവിശേഷ ഘോഷത്താൽ നിങ്ങൾ രക്ഷയ്ക്ക് വിളിച്ചത്. യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കാൻ, അവൻ്റെ മഹത്വം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. യേശുക്രിസ്തുവിനെ പോലെ ആകാനല്ല. യേശുക്രിസ്തുവിന് കിട്ടിയ മഹത്വീകരിക്കപ്പെട്ട ശരീരം എനിക്ക് നിനക്കും കിട്ടും, അതിനു വേണ്ടിയാണ് വിളിച്ചത്. ലോകത്തിൻ്റെ ചപ്പിൻ്റെയും ചവറിൻ്റെയും പിറകെ വിളികേട്ട് ഇറങ്ങി തിരിച്ചവൻ ഓടിക്കൊണ്ടിരുന്നാൽ അത് കിട്ടത്തില്ല. അതാ ഞാനിവിടെ പറഞ്ഞു വയ്ക്കുന്ന പ്രധാന വിഷയം. ദൈവം നിന്നെ വിളിച്ചെങ്കിൽ ആ വിളിക്കനുസൃതമായി നീ മുമ്പോട്ട് പോകണം. വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകണം. എങ്ങനെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ പറ്റും? വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയവും, ഇന്ദ്രിയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സൗരപ്രതിയും, സൗരപ്രതിയുടെ സ്നേഹവും കൂട്ടിക്കൊണ്ട് വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ടിരിക്കണം. ഇവ നിങ്ങൾക്ക് സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ. അവൻ ഹൃദയദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ അധികം ശ്രമിപ്പീൻ. അങ്ങനെ ശ്രമിച്ചാൽ നിങ്ങൾ ഒരു നാൾ ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവിന് രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അപ്പോൾ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കിയില്ലെങ്കിൽ എന്തോ പറ്റും? നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം കിട്ടത്തില്ല. നിത്യരാജ്യത്തിലേക്ക് പകരം നിത്യനരകത്തിലേക്കായിരിക്കും പോകുന്നത്. പിന്നെ ഞാനതങ്ങനെ പറയുക. നിത്യരാജ്യവും നിത്യനരകവും നിത്യസ്വർഗവും ഉണ്ട്. ലോകത്തിൽ വസിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു അവസ്ഥ പ്രാപിക്കാനേ കഴിയുള്ളൂ. ഏത് മഹാനാണെങ്കിലും, അലസാണ്ടർ ചക്രവർത്തികൾ ആണെങ്കിലും, ബാബിലോണ്യ രാജാവ് നെബൂഖദ്നേസർ ആണെങ്കിലും, പുടിനാണെങ്കിലും, ജോർജ് ബുഷാണ്, ഏത് മഹാനാണെങ്കിലും ശരി, ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങി തിരിച്ച് ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് ഓടുവാൻ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ പാലിക്കാതെ അങ്ങോട്ടങ്ങും ചെന്നെത്താൻ നമുക്കാർക്കും പറ്റുകയില്ല സഹോദരങ്ങളെ. ദൈവം തന്നെ വിളിച്ചെന്ന് പറഞ്ഞ് തുള്ളിച്ചാടി നടന്നിട്ടൊന്നും കഥയില്ല. കഷ്ടപ്പാടും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്ന ഒരു കുടുംബത്തിൽ ഞാൻ ജനിച്ചു. എൻ്റെ അപ്പനും അമ്മയും കർത്താവിൻ്റെ വേല ചെയ്തു. അവർ കൊടുക്കാനില്ല, കുടിക്കാനില്ല, തുണിക്കാൻ ഒന്നുമില്ലായിരുന്നു. കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചു. ഇപ്പോൾ ഞങ്ങൾ വീടോട് വീട് കൂട്ടുകയും വയലോട് വയൽ കൂട്ടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. കാരണം എന്താ? ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. എപ്പോൾ നരകത്തിൽ പോയെന്ന് ചോദിച്ചുകൊണ്ടാൽ മതി. കുറേ കാശെല്ലാം കൂടി വാരിക്കോരി കൂടി നിത്യജീവന് വേണ്ടി നിത്യജീവൻ പ്രാപിക്കാൻ യേശുവിന് പറയാവുന്നൊരു ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ കുഞ്ഞെ, ഇതെല്ലാം കൂടി കൊണ്ടുവന്ന നിനക്ക് നിത്യജീവൻ കിട്ടുന്നില്ല, വിറ്റ് തരത്തിൽ കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വാ. അവൻ ദുഃഖത്തോടെ പോയിക്കളഞ്ഞു. ഇന്നിപ്പോൾ ദുഃഖത്തോടെ പോയില്ല, എല്ലാം കൂടി വാരി കെട്ടി കൊടുത്തുകൊണ്ട് യേശുവിൻ്റെ പിറകെ പോവുക. പൊന്നു സഹോദരങ്ങളെ, അങ്ങൊന്നും ചെന്നെത്തത്തില്ല. വഴി വെച്ച് നശിച്ചു പോകും. ഇസ്രായേൽ മക്കൾ വഴിയിൽ വെച്ച് പട്ടുപോയതുപോലെ, അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണു പോയതുപോലെ, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടതുപോലെ നമ്മളെല്ലാം നശിച്ചു പോകും. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ, പുത്രന്റെ പ്രമാണം അനുസരിപ്പീൻ. പോരെ?
ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ വിളിച്ചു എന്നുള്ളത് ശരിയാണ്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളത് ശരിയാണ്. ഇവിടെ പറയുന്നത് രക്ഷയ്ക്കായി വിളിച്ചു. 2 തെസ്സലോനിക്കർ 2:14 രക്ഷയ്ക്കായി വിളിച്ചു. ഇവ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. സ്വത്രം. രക്ഷയ്ക്ക് വിളിച്ചെങ്കിൽ എന്ത് ചെയ്യണം? പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും എല്ലാ വ്യാജഭാവവും എല്ലാ അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ. രക്ഷയ്ക്കായിട്ട് വിളിച്ചെങ്കിൽ രക്ഷയ്ക്കായിട്ടൊരു വളർച്ചയുണ്ട്, ആത്മീയ വളർച്ചയുണ്ട്, ആത്മീയ വർധനമുണ്ട്, ആത്മീയ നിറവുണ്ട്. രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഞാൻ മുമ്പ് ഈ വാക്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതെന്നാണ് എൻ്റെ ധാരണ. രക്ഷയ്ക്കായിട്ട് വളരുക, അന്ത്യകാല രക്ഷ പ്രാപിക്കാൻ ഒരു ആത്മീയ വളർച്ചയുണ്ട്. ഇന്നത്തെ ആത്മീയ ഗോളത്തിലെ വിശ്വാസികളും ശുശ്രൂഷ വൃന്ദങ്ങളും നല്ലൊരു ശതമാനം ആത്മീക ശൈശവാവസ്ഥയിൽ കിടക്കുകയാണ്. അപകടകരമായ ഒരവസ്ഥയാണ്. അത് മണത്തറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ദൂത് ശക്തിയോടെ വിളിച്ചു പറയുന്നത്. രക്ഷയ്ക്കായിട്ട് വിളിച്ചിറങ്ങി തിരിച്ചപ്പോൾ ഒരു ആത്മീയ ശിശുവായി. ഇനി ദൈവവചനം, മായമില്ലാത്ത ദൈവവചനം ഭക്ഷിച്ച് മായമില്ലാത്ത പാൽ കുടിച്ച് വളർച്ച പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ സമൃദ്ധമായ പ്രായത്തിൻ്റെ അളവിലേക്ക് ഞാനും നിങ്ങളും നടത്തപ്പെടണം. ഇല്ലെങ്കിൽ ഗുണമില്ല. ദൈവം വിളിച്ചെന്നും പറഞ്ഞ് സന്തോഷിച്ച് തുള്ളിച്ചാടി നടക്കല്ലേ പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങിത്തിരിക്കുന്നവൻ അനുസരിക്കേണ്ട ചില ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. അതിലേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് തുള്ളിച്ചാടി നടക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, വിടിവിക്കും. വിസ തരും, കാറ് തരും, വീട് തരും, ലോറി തരും, BMW തരും എന്നൊക്കെ പറഞ്ഞ് ഊശാന്തി വെച്ച കുറെ പിള്ളേര് കിടന്ന് കാണിക്കുന്ന ഒച്ചയും ബഹളവും കേട്ട് ആരും തുള്ളിച്ചാടരുത്. അതിൻ്റെയൊക്കെ പിന്നിൽ നരകമാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം എന്നോടൊരു വചനത്തിലൂടെ ഇടപെട്ടു. ഞാനത് കേട്ട് ഞാനത് പലപ്രാവശ്യം നിങ്ങളോടൊക്കെ പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എൻ്റെ 3-ാം അധ്യായത്തിൻ്റെ, ഞാൻ പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പിന്നെയും പറയുന്നത് ഒന്നുകൂടി ഒന്ന് തറവാക്കി എടുക്കാനാ. 3:12 എൻ്റെ ജനമേ, കുട്ടികൾ അവരെ വാഴുന്നു. ആത്മീയ ശൈശവാവസ്ഥയിൽ കിടക്കുന്ന തെക്കും വടക്കും അറിഞ്ഞുകൂടാത്ത ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങളൊന്നും അറിഞ്ഞുകൂടാത്ത കുട്ടികൾ അടക്കി വാഴുക ഇന്നത്തെ പെന്തക്കോസ് കോളത്തെ. ഈ കുട്ടികളെന്ന് പറയുമ്പോൾ ആത്മീയ വളർച്ച പ്രാപിക്കാതെ, ആത്മീയ പക്വത പ്രാപിക്കാതെ വയസ്സനും അതിൽ പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുട്ടികൾ അവരെ വാഴുന്നു, കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. എൻ്റെ ജനമേ, നിന്നെ നടത്തുന്നവർ നിന്നെ തെറ്റിച്ച് കളയുന്നു. 3:12 യെശയ്യാവ്. വെളിയിൽ നിന്ന് ഒരുത്തം വന്നല്ല തെറ്റിക്കുന്നത്, നടത്തുന്നവർ തന്നെ ദൈവജനത്തെ തെറ്റിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് സ്വത്രാഴ്ച കിട്ടുന്നുണ്ട്, ദശാംശം കിട്ടുന്നുണ്ട്, അവരുടെ കുട്ടികൾ MBA പഠിക്കുന്നുണ്ട്, അവർക്ക് കാറുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്. ഒരു കുഴപ്പമില്ല. ജീവിതം സുഖകരം. 500, 1000, 2000, 3000, 4000, 10000, 15000 വിശ്വാസികളെ വെച്ച് പാട്ടുപാടി തുള്ളിക്കുന്നവർക്ക് എന്താ ബുദ്ധിമുട്ട്? ഇഷ്ടം പോലെ ഉണ്ട് ഈ ഭൂമിയിൽ. സ്വർഗത്തിലൊരു കുഞ്ഞിക്കാശ് പോലും അവർക്കില്ല. അവരുടെ നിക്ഷേപങ്ങൾ, പണ്ടൊരു പാട്ട് പറഞ്ഞല്ലോ, 2000 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1965 70 കാലഘട്ടങ്ങളിൽ പിച്ചക്കാശായ 7 രൂപ 50 പൈസ. അത് 2020 ആയപ്പോൾ 7 മിഷ്യൻ വെച്ച് എണ്ണുന്ന വിലപ്പെട്ട തുകകളായി മാറി. 7 രൂപ 50 പൈസ ആയപ്പോൾ അത് പിച്ചക്കാശും, ലക്ഷക്കണക്കിന് രൂപ മിഷ്യൻ വെച്ച് എണ്ണിക്കൊണ്ടുവന്ന് ബാങ്കിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുമ്പോൾ അത് ദൈവം കൊടുത്തത്. തെറ്റിപ്പോയി. 7 മിഷ്യൻ വെച്ച് എണ്ണുന്നത് മുഴുവൻ സാത്താൻ കൊടുത്തതാണ്. ഹല്ലേലൂയ. എനിക്കത് തെളിയിച്ചു തരാൻ കഴിയും, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുമ്പോൾ
അതിൻ്റെ നിജസ്ഥിതി പറയുന്നതിന് മാത്രമേ ഉള്ളൂ. ദൈവവചനം പ്രസംഗിക്കേണ്ടവർ ദൈവവചനം പ്രസംഗിക്കുക. ദൈവഹിതമല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് ജനത്തെ കേൾപ്പിക്കരുത്. നമുക്ക് കിട്ടുന്ന ഭൗതികത്തിൻ്റെ കണക്കൊന്നും പറഞ്ഞ് ആരും ഊറ്റം കൊള്ളരുത്. ചപ്പും ചവറും പറഞ്ഞ് അത് കേട്ട് വന്നുകൂടുന്ന വിശ്വാസികളുടെ എണ്ണമനുസരിച്ച് നമ്മളാരും അഹങ്കരിക്കരുത്. ഇതൊന്നും രക്ഷിക്കപ്പെട്ടവരല്ല, ഇതൊന്നും വീണ്ടും ജനനം പ്രാപിച്ചവരല്ല. നമുക്ക് കിട്ടുന്ന ഭൗതികമായ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ബാങ്കിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യും. സ്വത്രം നമുക്ക് കിട്ടുന്ന ഭൗതികത്തിൻ്റെ വലിപ്പം, നമ്മുടെ കൂടെ കൂടുന്ന വിശ്വാസികളുടെ ക്വാണ്ടിറ്റി, ഇതൊന്ന് കണ്ട് ആരും ഉറഞ്ഞു തുള്ളരുത്. ഇത് ആത്മീയതയല്ല, ഇതൊക്കെ വെറും ജഡീകമാണ്. ഇത് വചനവ്യവസ്ഥ വിട്ടുള്ള പോക്കുകളാണ്. ഇത് ദൈവത്തിന് കോപം ജ്വലിക്കുന്ന അവസ്ഥകളാണ്. ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുന്ന അവസ്ഥകളാണ്. ഇതൊന്നും ആത്മീയവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്ക് കിട്ടുന്ന പണം എണ്ണാൻ 7 മെഷീൻ വെച്ച് എണ്ണുന്നതും നിങ്ങളുടെ അവിടെ കൂടി വരുന്ന 10,000-കണക്കിന് ജനത്തിൻ്റെ കൂടിവരവുകളും ഇതൊന്നും ആത്മീയതയുടെ ലക്ഷണമായിട്ട് കാണരുത്. ബാംഗ്ലൂരിൽ നിന്നൊരു തമിഴ് പാസ്റ്റർ വന്ന് പ്രസംഗിച്ചു കോട്ടയത്ത്. ഞങ്ങൾ TV കൂടെയൊക്കെ അത് കേട്ടു. 36,000 പേരുണ്ടെന്നാണ് താൻ പറയുന്നത്. എന്തിനു കൊള്ളാം ഈ 36,000 പേരെ? എന്തിനു കൊള്ളാം? ഒന്ന് തൊട്ടു നോക്കി ഈ 36 പേരിൽ 2 പേരെ വിളിച്ച് മാറ്റി നിർത്തി രക്ഷാസ്നാനം, അഭിഷേകം, വിശുദ്ധി, വേർപാട്, ആദിയായ കാതലായ ഉപദേശം ഒന്ന് ചോദിച്ചു നോക്കിയ ബബ്ബടിക്ക് ഈ 3 2 പേര്. 5 കിലോ അരി വേവിക്കാനിട്ടാൽ 5 കിലോ അരി എണ്ണണ്ടല്ലോ, നോക്കണ്ട 1-2 നോക്കിയാൽ മതിയല്ലോ. സഹോദരങ്ങളെ, ഞാൻ ആരെയും കുറ്റം പറഞ്ഞു വരികയാണ്, നിങ്ങൾ ചിന്തിക്കല്ലേ. ഞാൻ പറയുന്നത് റിയൽ സത്യങ്ങളാണ്. ഇന്ന് വിശ്വാസികൾ വീണ്ടും ജനനം പ്രാപിച്ചു വരുന്നില്ല. സഭയിൽ എണ്ണം കൂടി വരുന്നെങ്കിൽ ബാംഗ്ലൂർ ഒരു പാസ് വന്ന് പ്രസംഗിച്ചു, ബാംഗ്ലൂരിൽ ഞങ്ങളുടെ സഭയിൽ ആത്മാക്കൾ വർദ്ധിച്ചു. ജഡീകന്മാരാ, ലോകസ്നേഹികളാ, ദ്രവ്യാഗ്രഹികളാ. ഈ പ്രസംഗിക്കുന്നവരെ പോലുള്ള ജഡീകന്മാരാണ് വർദ്ധിച്ചു വരുന്നവർ മുഴുവൻ. ആത്മീകരല്ല. അവർ ആത്മീകരായി തീരാൻ വേണ്ടുന്ന ഉപദേശങ്ങൾ അവർ കിട്ടുന്നില്ല. വീണ്ടും ജനനത്തിൻ്റെ ഉപദേശം അവർക്ക് കിട്ടിയിട്ടല്ല അവർ വീണ്ടും ജനനം എന്ന് പറഞ്ഞ് സഭയിൽ വരുന്നത്. വീണ്ടും ജനനം പ്രാപിച്ചവരേ അല്ല. അവർ കഷ്ടത മാറ്റി, കടം മാറ്റി, ദുഃഖം മാറ്റി, കണ്ണീര് തുടച്ച്, വീട് മേടിച്ച്, കാറ് മേടിച്ച്, ലോകത്തിലെ ഭൗതിക അനുഗ്രഹങ്ങൾ കുമിഞ്ഞുകൂടി തലയറഞ്ഞ് കിടന്ന് പ്രാർത്ഥിച്ച് കിട്ടി, അതിൻ്റെ പേരിൽ വന്ന് കിടന്ന് പാട്ടുപാടി തുള്ളുന്നതാ. ഇതൊന്നും വിശ്വാസികളല്ല, ഇതൊന്നും രക്ഷിക്കപ്പെട്ടവരല്ല, ഇതൊന്നും ദൈവസഭയല്ല. ഞാനതങ്ങ് തെളിച്ചു പറയുക. ഗലാത്യ ദേശത്ത് അപ്പോസ്തലന്മാർ പോയി പ്രസംഗിച്ചു, ശിഷ്യന്മാര്. ഒരു സഭ ഉണ്ടായി, ഗലാത്യ സഭ. റോമയിൽ പോയി പ്രസംഗിച്ചു, റോമയിൽ സഭയുണ്ടായി. എഫേസ്യൻ ദേശത്ത് പോയി പ്രസംഗിച്ചു, അവിടെ സഭയുണ്ടായി. ഫിലിപ്പിയ പട്ടണത്തിൽ പോയി പ്രസംഗിച്ചു, കൊരിന്ത് പട്ടണത്തിൽ പോയി പ്രസംഗിച്ചു, തെസ്സലോനിക്ക എന്ന പട്ടണത്തിൽ പോയി പ്രസംഗിച്ചു, കൊലോസ്യ എന്ന പട്ടണത്തിൽ പോയി പ്രസംഗിച്ചു. അവിടെയെല്ലാം സഭകളുണ്ടായി. ആ സഭകൾക്ക് എഴുതിയിരിക്കുന്ന ഉപദേശങ്ങളാണ് ഈ ലേഖനങ്ങളിൽ കാണുന്നത് മുഴുവൻ. അവർ സഭയെ ഉപദേശിച്ചതുപോലെ ഇന്നത്തെ പാസ്റ്റർമാർക്കോ അല്ലെങ്കിൽ ദൈവദാസന്മാരെന്ന് പറയുന്നവർക്ക്, ദൈവദാസന്മാരല്ല കേട്ടോ, ഇവരൊക്കെ പാവത്തിൻ്റെ ദാസന്മാരാണ്. ദേവദാസന്മാരെന്ന് പറയുന്നവർക്ക് ആ അന്നുണ്ടായ സഭകളെ ഉപദേശിച്ചതുപോലൊരു ഉപദേശം ഇന്നുള്ള സഭകൾക്കും കിട്ടണം. അല്ലെങ്കിൽ അത് ദൈവസഭയല്ല, അത് വെറും കൂട്ടങ്ങളാണ്. തമിഴ്നാട്ടിൽ പറയും, എത്ര വിശ്വാസി ഇருக்கு, നിറയെ കൂട്ടം പോട്ടിருக்கு, നിറയെ കൂട്ടം പോട്ടിருக்கு, பெரிய கூட்டம் போட்டிருக்கு. ஓஹோ, எத்தனை இருக்கு? 6000 5000 இருக்கு. നിനക്ക് എത്ര ഇருக்கு? എനിക്ക് 10000 ഇருக்கு. 2 ഇരിക്കുന്ന പോലെ ഇറുക്കെന്ന് എന്തിருக்கு? ഇതുപോലെ പോഷത്വം വേറെ വല്ലതും ഉണ്ടോ? ഹല്ലേലൂയ. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന വിശുദ്ധന്മാരായ പിതാക്കന്മാര് പ്രസംഗിച്ചതും ഉപദേശിച്ചതുമായ കേട്ട് വളർന്നു വന്നവനായി ഞാൻ. 50 വർഷം വിശ്വാസകോളത്തിൽ നിൽക്കുന്ന ഈ ഞാൻ, PM ഫിലിപ്പപ്പച്ചൻ്റെയും
പഴയ പാസ്റ്റർമാരുടെ ഒക്കെ പ്രസംഗങ്ങൾ കേട്ട് വളർന്നവനാ ഞാൻ. ഹല്ലേലൂയ. ഇന്ന് അവസ്ഥയൊക്കെ മാറി. സ്തോത്രം. യെശയ്യാപ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം എല്ലാവരും വായിച്ച് പഠിച്ചോടെ, 100 പ്രാവശ്യം വായിച്ച് പഠിച്ചോടെ. കുട്ടികൾ അവരെ വാഴുന്നു, സ്ത്രീകൾ അവരെ പീഡിപ്പിക്കുന്നു, നിങ്ങളെ നടത്തുന്നവർ നിങ്ങളെ തെറ്റിച്ച് കളയുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ തെറ്റിൽ കിടന്ന് ഉരുണ്ടുമറിയുകയാണെങ്കിൽ രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ നിത്യത നിങ്ങൾക്ക് ലഭ്യമാകത്തില്ല. ഹല്ലേലൂയ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ദൈവം ലോകത്തിൽ പോഷത്വമായത് തിരഞ്ഞെടുത്തു. പോഷത്വമായെന്ന് പറഞ്ഞാൽ പോഷന്മാരായവർ, കഴിവും പ്രാപ്തിയും വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവർ. ഇതാ അവർ പഠിപ്പില്ലാത്തവരും സാമാന്യ മനുഷ്യനെന്നറിയാൻ ആശ്ചര്യപ്പെട്ടു. നമ്മളിപ്പോൾ വിദ്യാഭ്യാസം ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു വരികയല്ല. വിദ്യാഭ്യാസം ചെയ്ത് തന്നെ ആകണം. അന്നത്തെ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് വലിയ വലിയ വിദ്യാബഹു സമ്പന്നരെയൊന്നുമല്ല. ഒരാൾ മാത്രമേ ഉള്ളൂ, പൗലൂസ്. ബാക്കിയെല്ലാം ഒരേ തട്ടിക്കിടക്കുന്നവരാ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ പോഷത്വമായത് തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ പോഷന്മാരെ തിരഞ്ഞെടുത്തു. ഇതാ അവർ പഠിപ്പില്ലാത്തൊരു സാമാന്യ മനുഷ്യനെന്നറിയാൻ ആശ്ചര്യപ്പെട്ടു. ലോകം പോഷന്മാരെന്ന് കരുതിയിരുന്ന ഗലീല നാട്ടിലെ ഒരു കൂട്ടം ശിഷ്യഗണങ്ങളെ ദൈവം തെരഞ്ഞെടുത്തു. മീൻപിടുത്തക്കാരായ, ലോകം ഏറ്റവും താണ നിലയിൽ കാണുന്ന ഒരു ഗ്രൂപ്പ് മീൻപിടുത്തക്കാർ. അതിനെക്കുറിച്ച് അവിടെ പറയുന്നത് പോഷന്മാരെ തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ സ്റ്റോയിക്കുകളും ഗ്രീക്കേഴ്സും യഹൂദന്മാരും വലിയ 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 ബലമുണ്ടെന്ന് പറയുന്നവരെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനന്മാരെ, ബലഹീനമായത് എന്നവിടെ എഴുതിയിരിക്കുന്നത്, ബലഹീനന്മാരെ തിരഞ്ഞെടുത്തു. ദൈവം ലോകത്തെ ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം ലോകത്തിൽ കുലീഹീനവും ഒരു നിലയിലുള്ള എടുത്തു പറയാനുള്ള യാതൊരു ഗുണവും ഇല്ലാത്തവർ, കുലീഹീനവും നികൃഷ്ടന്മാർ, തമ്മിൽ തല്ലുന്നവർ, ഇടിമക്കൾ, ഏതുമില്ലാത്തവരെ തിരഞ്ഞെടുത്തു. അവർ പഠിപ്പില്ലാത്ത ഒരു സാമാന്യ മനുഷ്യരെന്നറിയാൻ ആശ്ചര്യപ്പെട്ടു. വിദ്യാഭ്യാസമില്ല, ഒരു സമൂഹത്തിൽ കൊണ്ടു നിർത്തി എന്തെങ്കിലും പറയിക്കാൻ പറ്റത്തില്ല. പത്രോസ് എഴുതിയ ലേഖനം പത്രോസ് അല്ല എഴുതിയ, വേറൊരു സഹോദരനെ കൊണ്ട് എഴുതിയെന്നാണ് തൻ്റെ ലേഖനത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അവരെ ദൈവം തിരഞ്ഞെടുത്തു. മഹാകവി സൈമൺ സാർ പാടിയൊരു പാട്ട്, നീചരായി ഗണിച്ചിരുന്ന പേത്രനാദിയായ ധീവരരെ ശേഷി കൊണ്ട് അലങ്കരിച്ചു, പരപ്രേഷണം ചെയ്തവനിയിൽ ഗുരുക്കളാക്കി. നീചരായി ഗണിച്ചിരുന്ന പത്രോസാദിയായ ധീവരരെ, മുക്കുവരെ ശേഷി കൊണ്ട് അലങ്കരിച്ചു, പരപ്രേഷണം ചെയ്തവനിൽ ഗുരുക്കളാക്കി. എന്താ നമ്മൾ പഠിക്കുന്ന സഹോദരങ്ങളെ? നീചരായി ഗണിച്ചിരുന്ന, ലോകം വിലയില്ലാതെ കരുതിയിരുന്ന, വിദ്യാഭ്യാസമില്ലാതെ മീൻ പിടിച്ച് നടന്ന മുക്കുവന്മാരെ തിരഞ്ഞെടുത്ത്, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ പാലിക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാന്ന് പറഞ്ഞ് നേരിട്ട് അപ്പോസ്തലനാക്കിയവനാണ് പത്രോസ്. തള്ളിപ്പറഞ്ഞ് പിന്മാറിപ്പോയെങ്കിലും കരഞ്ഞ് നിലവിളിച്ച് യഥാസ്ഥാനപ്പെട്ട് വന്ന് അവൻ്റെ ഷാഡോ തട്ടി രോഗികൾ സൗഖ്യമായി, നിഴൽ തട്ടി രോഗികൾ സൗഖ്യമായി. പൗലോസ് ഉറുമാലും തൊട്ടുമൊക്കെയാണ് സൗഖ്യപ്പെടുത്തിയപ്പോൾ ഇവിടെ അവൻ്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമായി. അപ്പം നമ്മളൊക്കെ വിചാരിക്കുന്നത് MTH മാസ്റ്റർ ബിരുദങ്ങളും വലിയ വലിയ ബിരുദങ്ങളുണ്ടെങ്കിലേ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കപ്പെടും. നോ, തെറ്റി. പഠിക്കുന്നെങ്കിൽ പഠിച്ചോ, പഠിച്ച് നിരീശ്വരവാദിയായി തീരരുത്. എനിക്ക് ഒത്തിരി പേരെ അറിയാം അങ്ങനെ. വിദ്യാഭ്യാസം കൂടിയിട്ട് അവസാനം നിരീശ്വരവാദിയായി മാറി. ഞാനെൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. സൗരന്മാരെ വിളിയെ നോക്കുവിൻ. ലോകപ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ പോഷന്മാരെ തിരഞ്ഞെടുത്തു. പോഷത്വമായതെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനന്മാരെ, ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തവരെയും തിരഞ്ഞെടുത്തു.
എന്തിനാ തിരഞ്ഞെടുത്തത്? ഒരു ജഡവും ദൈവസനിൽ പ്രശംസിക്കാതിരിക്കേണ്ടത് തന്നെ. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് വീണ്ടെടുപ്പും ജ്ഞാനവുമായി തീർന്നു. ഹല്ലേലൂയ. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ. ഇതിന് വിചിത്രമായൊരു കാര്യം കൂടി പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. ശിഷ്യന്മാരാരും ഗുണമില്ലാത്തവന്മാരായിരുന്നു. എല്ലാം മീൻ പിടിച്ച് കിടന്നവരും തമ്മിൽ തല്ലി വഴക്കുണ്ടായി കിടന്നവരും ഒരു ബോധമില്ലാത്തവരെ ദൈവം തിരഞ്ഞെടുത്ത് 3.5 വർഷത്തെ യേശു കർത്താവിൻ്റെ ബൈബിൾ സെമിനാരിയിൽ പഠിപ്പിച്ച് അവസാനം പറഞ്ഞ് ചാടിയൊന്നും വേലയ്ക്ക് പുറപ്പെടരുത്. അഭിഷേകം പ്രാപിക്കാത്ത ഒത്തിരി പേര് സുവിശേഷ വേല ചെയ്യുന്നുണ്ട്. അഭിഷേകം പ്രാപിച്ചവരും തന്നെ ദുരാത്മാവ് പ്രാപിച്ച് വേല ചെയ്യുന്നവർ ഒത്തിരി പേര്. അതാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ നടക്കുന്നത്. ശരിയായ ആത്മാവല്ല. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ളവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നുള്ള അല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാലറിയാം. 1 യോഹന്നാൻ 4:6. ഞാൻ പല പ്രാവശ്യം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ അർത്ഥങ്ങൾ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കോണം. കർത്താവിൻ്റെ ആദിമ അപ്പോസ്തലന്മാർ തരുന്ന ഉപദേശം കേൾക്കാത്തവർ ദൈവത്തിൽ നിന്നുള്ളവരല്ല. കാരണം അവരെ ആ ദൈവോപദേശം വരവേൽപ്പിച്ചത്. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പിതാവേ നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരാകൊണ്ട്. പിതാവ് തിരഞ്ഞെടുത്ത് കൊടുത്തത് ആ യേശുവിന്. യേശു അവരെ ആ വചനം വരവേൽപ്പിച്ചത്. ഇന്നത്തെ പല പ്രിയപ്പെട്ടവർക്ക് ഇത് വിശ്വസിക്കാനും അംഗീകരിക്കാനും വലിയ മടിയാ. വിശ്വസിച്ചേ പറ്റൂ. ഹല്ലേലൂയ. സ്വത്രം. നമ്മൾ ആരും പ്രശംസിക്കരുത് നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ജ്ഞാനം കൊണ്ടോ. പൗലോസ് പറയുന്നൊരു ഭാഗം കൂടി 5-8 മിനിറ്റ് കൂടി നിങ്ങൾ എന്നെ ക്ഷമിക്കണമേ. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. അപ്പം നിങ്ങളോടൊപ്പം ഞാൻ വന്നപ്പോൾ എനിക്കും വചനത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വൈഭവമൊന്നും ഇല്ലായിരുന്നു. ന്യായപ്രമാണം, കൊല്ലുന്ന പ്രമാണം, കണ്ണിന് കണ്ണ് പല്ലിന് പല്ലെന്നും പറഞ്ഞാൽ പൗലോസ് നിൽക്കുന്നേ. അതാ ദൈവസഭയെ കൊന്നു പിടിച്ചതിനാൽ അപ്പോസ്തലനൊന്നും യോഗ്യനല്ല, ആ പേരിന് യോഗ്യനല്ലെന്ന് താൻ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ആ പൗലോസാണ് ഇവിടെ പറയുന്നത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ എത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായ നിങ്ങളുടെ ഇരിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചു. എന്താ കാര്യം? നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനമുള്ള പ്രസവം ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിൻ്റെ ശക്തിയുടെയും പ്രദർശനത്താൽ അത്ര ആയിരുന്നത്. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന മർമ്മം പാസ്റ്റർമാരും വിശ്വാസികളും ഒരുപോലെ മനസ്സിലാക്കണം. പൗലോസ് ഈ കർത്താവിൻ്റെ ശിഷ്യന്മാരായ മുക്കുവന്മാരോടുകൂടെ വന്ന് ആടിയുമ്പോൾ താൻ പറയുകയാണ്, എനിക്ക് വചനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വൈഭവം കൂടാതെയാണ് നിങ്ങളുടെയൊക്കെ വന്നത്. കണ്ണിന് കണ്ണ് പല്ലിന് പല്ലെന്നുള്ള പ്രമാണമായിട്ട് നിന്നവനാ. എനിക്കൊന്നും അറിയത്തില്ല, ഒരു ചുക്കും അറിയാത്തവനായി നിങ്ങളുടെ ഇരുന്നു. ഒന്നെനിക്കറിയണം, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനെ ഞാൻ നിങ്ങളുടെ ഇരിക്കണം. നമുക്കിപ്പോൾ എന്തൊക്കെ അറിയണം? ലോകത്തുള്ള എന്തൊക്കെ അറിയണം നമുക്ക്? ഇപ്പോൾ ബൈബിൾ കോളേജിലൊക്കെ ചെന്ന് നോക്കി എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പഠിപ്പിച്ച് നിരീശ്വരവാദികളായി തീർന്ന വിശ്വാസികൾ വരെയുണ്ട്, സഹോദരന്മാർ വരെയുണ്ട്. ലോകത്തില്ലാത്ത ചപ്പും ചവറും എല്ലാം കൂടി തലമണ്ടെ കുത്തി കയറ്റി. ഹല്ലേലൂയ. ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനിയായ പൗലോസ് പറയുന്നു, എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, പിന്നെന്താ, ആത്മാവിൻ്റെയും ശക്തിയും പ്രദർശനം അത്രയായിരുന്നു. അതാ പൗലോസിൻ്റെ പ്രസംഗം. ഇപ്പം നമുക്ക് ആത്മാവും ശക്തിയൊന്നും വേണ്ട. എങ്ങാണ്ട് കിടന്ന കുറേ തത്വജ്ഞാനം വിളമ്പിക്കൊണ്ടിരിക്കുക. തത്വജ്ഞാനം വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുത്. കണ്ടോ? സ്വത്രം. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുക. പൗലൂസിൻ്റെ ആ കാഴ്ചപ്പാട് നോക്കിയേ. ബുക്കുവ സഹോദരന്മാരോടുകൂടി ആഡ് ചെയ്യുന്നതിന് മുൻപുള്ള തൻ്റെ വാക്കുകൾ 1 കൊരിന്ത്യർ 2-ന്റെ 1 മുതൽ 5 വരെ 100 പ്രാവശ്യം വായിച്ചങ്ങോട്ട് പഠിക്കേ. ഇപ്പം മനസ്സിലാവും. എൻ്റെ പ്രസംഗവും എൻ്റെ വചനവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും. ഇന്നലെ ഒരു സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാനതിൽ എന്നോട് ദൈവവചനം പറയണമെന്നൊരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞപ്പോൾ, ദൈവവചനം പ്രസംഗിക്കുക എന്നുള്ളത് നമ്മുടെ ശുശ്രൂഷയല്ലേ, നമ്മുടെ ജോലിയല്ലേ. വേണ്ടത് ഞാൻ വേണ്ടതിൽ ഒരുക്കത്തിലല്ല അവർ പ്രാർത്ഥിച്ച. കർത്താവേ, സൂമിലോട്ട് കയറാനും പറ്റുന്നില്ല, കാര്യങ്ങളൊക്കെ അവരയച്ചു തന്നെങ്കിലും അങ്ങോട്ട് ക്ലിയർ ആവുന്ന അവസാനം പ്രാർത്ഥിച്ചെന്തായാലും കർത്താവ് സൂമിലേക്ക് കയറി പ്രസംഗിക്കാൻ 1 മണിക്കൂർ പ്രസംഗിക്കാനിടയായി.
ഈ വലിയ സന്തോഷം തോന്നി. ശക്തമായിട്ട് അവരോട് ദൈവവചനം പറയാനിടയായി. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം പിടച്ചു വികസിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിച്ച് ദൈവാത്മാവിനെ നമ്മളെ വിധേയപ്പെടുത്തി കൊടുത്താൽ, റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ, എല്ലാ പാസ്റ്റർമാരോടും കൂടി ചേർന്ന് പറയുക, ഒരാളോട് മാത്രമല്ല. പൗലോസ് പറയുന്നു, ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുന്നില്ല. റോമർ 15-18 ഫ്ലക്സിലടിച്ച് വീട്ടിൽ കൊണ്ടുവയ്ക്ക് എല്ലാവരും. ക്രിസ്തു ഞാൻ മുഖാന്തരം പ്രവർത്തിച്ചു, ക്രിസ്തു എന്നിലൂടെ പ്രവർത്തിച്ചു, ക്രിസ്തു എന്നിലൂടെ സംസാരിച്ചു, ക്രിസ്തു എന്നിലൂടെയും മറ്റുള്ളവർക്ക് സൗഖ്യം കൊടുത്തു. ഞാനൊരു സൈലൻ്റാ, ഞാനവിടെ സൈലൻ്റായിരിക്കുക. ഗലാത്യർ 2:20 ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ക്രിസ്തുവാണ് എന്നിൽ സംസാരിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ പ്രവർത്തിക്കുന്നത്, ക്രിസ്തുവാണ് എന്നെ എടുത്ത് ഉപയോഗിക്കുന്നത്. എന്നിലൂടെ കർത്താവാണ് ഭൂതങ്ങൾക്ക് ഭൂതം ബന്ധിച്ചിട്ടിരിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കുന്നത്. രോഗത്തിലായിരിക്കുന്നവർ കർത്താവ് എന്നിലൂടെ സൗഖ്യം കൊടുക്കുക ചെയ്യുന്നത്. ഞാൻ അവിടെ ഒന്നുമല്ല. ഒരു മെക്കാനിക് ഉപയോഗിക്കുന്ന സ്ക്രൂ ഡ്രൈവറിന് എന്തെങ്കിലും പ്രശംസിക്കാൻ വകയുണ്ടോ? ആ സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ വലിച്ചെടുത്ത് കളഞ്ഞിട്ട് വേറെ സ്ക്രൂ ഡ്രൈവർ എടുക്കുമ്പോഴേ അത് തിരുക്കുന്ന ആ മെക്കാനിക്കിനാണ് അവിടുത്തെ വാല്യൂ എന്നതുപോലെ ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിൻ്റെ ദാസന്മാരെ നമ്മൾ കിടന്ന് പടപ്പെ തല്ലുന്ന പോലെ തല്ലിക്കൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. നമ്മൾ പറയുന്ന വചനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഒഴുക്ക്, ഒരു കവിഞ്ഞൊഴുക്ക്, ആ വചനം അവർ കേൾക്കുമ്പോൾ അവർ ഹൃദയത്തിലൊരു കുത്തലുണ്ടാകണം. ഞാൻ അതിനുവേണ്ടി ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് വലിയ അറിവും കഴിവും ഒന്നുമുള്ള ആളൊന്നുമല്ല. പത്രോസിനെ, യോഹന്നാനെ, യാക്കോബിനെ പോലെയൊക്കെ നമ്മളുള്ളൂ. പക്ഷെ വചനം പറയുന്നത് അവർ പഠിപ്പില്ലാത്ത ഒരു സാമാന്യ മനുഷ്യൻ എന്നറിയാൽ ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടി ആയിരുന്നു. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിനോടൊപ്പമായിരിക്കാം, കർത്താവിലൊന്ന് പ്രാപിക്കാം. ഞാൻ കർത്താവിൽ പ്രാപിക്കുക നിങ്ങളെ ഏൽപ്പിച്ചേറുകയും ചെയ്തെന്നാൽ തിരുവത്തഴ മാത്രമല്ല, ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകൾ മുഴുവൻ കർത്താവിൽ പ്രാപിച്ചാണ് ജനത്തിന് കൊടുത്തത്. ആ ശ്രേഷ്ഠകരമായ അവസ്ഥയിലേക്ക് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും കടന്നു വരുവാൻ പ്രിയപ്പെട്ട വാത്സല്യ സഹോദരി സഹോദരന്മാർ, കർത്താവിൻ്റെ ദാസന്മാർ എല്ലാവർക്കും കർത്താവ് കൃപ നൽകട്ടെ. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. ഫലകരമായൊരു ശുശ്രൂഷയ്ക്കായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. എൻ്റെ നാവിനെ, എൻ്റെ കൈകളെ, എൻ്റെ എല്ലാറ്റെയും കർത്താവ് ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ ബുദ്ധിമണ്ഡലത്തെ കർത്താവ് ഉപയോഗിക്കട്ടെ. അനേകരെ സാത്താൻ എടുത്ത് ശക്തിയോടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ പ്രകമ്പനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രസംഗപീഠത്തിൽ കേൾക്കുന്ന വഷളത്വത്തിൻ്റെ വാക്കുകൾ. ബുദ്ധിജീവികൾ എന്ന് പറയുന്നവർ, ഈ ലോകത്തിൻ്റെ ജ്ഞാനികൾ, ഈ ലോകത്തിൻ്റെ ധനാഢ്യന്മാർ, സുവിശേഷം വിറ്റ് തിന്നുന്നവർ, സുവിശേഷത്തെ വിറ്റ് കാശാക്കുന്നവർ, എൻ്റെ ദൈവം അവരെല്ലാം ന്യായം വിധിക്കാൻ വരാൻ പോവുകയാണ്. ഞാനും നിങ്ങളും എല്ലാവരും ചെയ്ത പ്രവൃത്തികളെ ദൈവം വെളിച്ചത്ത് കൊണ്ടുവരും. അതിനനുസരിച്ച് നമുക്ക് പ്രതിഫലങ്ങൾ കിട്ടും. അതുകൊണ്ട് എല്ലാറ്റിനും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അവൻ സകലത്തെയും ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരും. വളരെ സൂക്ഷ്മതയോടെ ക്രിസ്ത്യജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ.